സോ മക്കളെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇത് ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, സാധാരണ നമ്മൾ JEE അഡ്വാൻസിനൊക്കെ അവർ മൾട്ടിപ്പിൾ ചാപ്റ്ററുകളിലുള്ള കൺസെപ്റ്റുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഏത് ചാപ്റ്റർ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ചാപ്റ്ററിലെ 2 ടോപ്പിക്കുകൾ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ വെർണേഴ്സ് തിയറിയും സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും. അപ്പോൾ നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒരു ടോപ്പിക്കേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ചൂസ് ചെയ്യുന്നത്. സൊല്യൂഷനിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെടുക്കുന്നത്. കാരണം വെർണർ തിയറി കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വെയിറ്റേജ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് പോകുന്നതിന് പകരം ഇത് സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി JEE മെയിൻ എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ എവിടെയൊക്കെ നമുക്ക് വ്യത്യസ്ത കൺസെപ്റ്റുകൾ ഓവർലാപ്പിംഗ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ വരാനുള്ള സാധ്യത ഇതിലൂടെ തുറന്നു വെക്കുകയാണ്. ഇത് മുൻപും JEE മെയിനിൽ പല തരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തെ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓവർലാപ്പിംഗ് എവിടെയൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ രീതിയിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തു വരാം, എവിടെയൊക്കെയാണ് ഇതിൻ്റെ പോസിബിലിറ്റീസ് ഉള്ളത്, അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? CrCl3xNH3 can exist as a complex. Point from molal aqueous solution of this complex shows a depression in freezing point. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.558 എന്നാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഇവിടെ അയോണൈസേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയോണൈസേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്കറിയാം 1 ഹോഫ് ഫാക്ടർ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അയോൺസ് ഡിസോസിയേറ്റഡ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള കോംപ്ലക്സ് ഏതാണ് എന്നാണ് ചോദ്യം. കോർഡിനേഷൻ നമ്പർ ഓഫ് ക്രോമിയം 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോംപ്ലക്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ് എത്രയാണ് എന്ന് അറിയണം, എക്സിൻ്റെ വാല്യൂ എത്രയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് എന്താ? നമ്പർ ഓഫ് അയോൺസ് എത്രയെന്ന് കിട്ടണം. അതായത് 1 ഹോഫ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്പർ ഓഫ് അയോൺസ് എത്രയെന്ന് കിട്ടണം. നമ്പർ ഓഫ് അയോൺസ് കിട്ടിയെങ്കിൽ മാത്രമേ എത്രയാണ് ഡിസോസിയേറ്റ് ചെയ്തത്, കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്ത് എത്ര ആളായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് എത്ര CL കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്തുണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കാൽക്കുലേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് കോംപ്ലക്സ് ഏതാന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താ? നമ്പർ ഓഫ് അയോൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് അയോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡാറ്റ അവർ തന്നിട്ടുള്ളത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു M. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് I. അപ്പോൾ I എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു N. ഐയും N ഒന്ന് തന്നെയാണ്. കാരണം എന്താ? ആൽഫ 100% ആകുമ്പോൾ നമുക്കറിയാലോ 1 ഹോഫ് ഫാക്ടറും നമ്പർ ഓഫ് അയോൺസ് ഡിസോസിയേറ്റഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡെൽറ്റ TF ബൈ KF ഇൻറ്റു മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ TFിൻ്റെ വാല്യൂ 0.558, KFിൻ്റെ വാല്യൂ 1.86 ഗിവൺ ആണ്, മൊളാലിറ്റി 0.1 മോളാൽ ഗിവൺ ആണ്. അപ്പോൾ ഇത് 0.558 ഡിവൈഡഡ് ബൈ 0.186, ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് 3 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് അയോൺസ് 3 ആണ്. നമ്പർ ഓഫ് അയോൺസ് 3 ആണെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്ത് കൗണ്ടർ അയോൺസ് 2 എണ്ണം വന്നിട്ടുണ്ടാവും. കാരണം 2 എണ്ണം കൗണ്ടർ അയോണും ഒരു കോർഡിനേഷൻ സ്ഫിയറും, അങ്ങനെ 3 അയോൺസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 2 കൗണ്ടർ അയോൺസ് ഉള്ള ഓപ്ഷൻ ഏതാ നോക്കുക. സോ ദി ആൻസർ ഇസ് 3. അപ്പം 3 ആണ് നമ്മുടെ ആൻസർ. കാരണം നിങ്ങൾ നോക്കൂ, CrNH3,5Cl ഇതിനെ നമ്മളെടുത്ത് വെള്ളത്തിലിടുമ്പോൾ എന്താവും? ഇതിനെ അക്വസ് ആക്കി മാറ്റുമ്പോൾ ദിസ് വിൽ ഡിസോസിയേറ്റ്. എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? CrNH3,5Cl പോസിറ്റീവും, ഓക്കെ, അതേപോലെ തന്നെ 2+ഉം ഇവിടെ എന്ത് വരും? 2Cl മൈനസ്. അപ്പോൾ ടോട്ടൽ എത്ര അയോൺസ് ഉണ്ട്? ഇവിടെ ഒരു കാറ്റയോണും 2 ആനിയോണും, ടോട്ടൽ 3 അയോൺസ്. അപ്പോൾ ആ 3 അയോൺസ് ആണെന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ Nന്റെ വാല്യൂ കിട്ടുന്നതിലൂടെയാണ് നമ്മളത് കൺഫേം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ?